വീണ്ടും വീണ്ടും ആനകൾ. അതെന്താണത്? ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിട്ട് ഇന്നേക്ക് 15ാമത്തെ ദിവസമാണ്. അപ്പം നമുക്ക് ഇന്നാണ് കെട്ട് വരുന്നത്. നാളെ നമ്മൾ മലയ്ക്ക് പോയാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മൾ അവസാനം ഒരു 4 വർഷമായിട്ട് നമ്മൾ പുൽമേട് വഴിയാണ് ശബരിമലയിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ പുൽമേട് വഴിയാണ് പോകുന്നത്. അപ്പം ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് എന്തായാലും ഒന്ന് നോക്കാം. ഒരു 5-6 വർഷം മുന്നേ നമ്മൾ മലയ്ക്ക് പോയത് അടിപൊളിയായിട്ടായിരുന്നു. ഇവിടെ ഒരു ഉത്സവം പോലെയായിരുന്നു. കമ്പനി ഫുള്ളൊരു ഉത്സവം പോലെയായിരുന്നു. നമ്മൾ വണ്ടിയിൽ ഗുഡ്സൊക്കെ കൊണ്ടുപോകണ വണ്ടിക്കകത്ത് ബാക്കിൽ നമ്മളൊരു ഗോപുരം പോലെയൊക്കെ സെറ്റ് ചെയ്ത് 3 വണ്ടികളുമായിട്ടൊക്കെ ആയിരുന്നു ഇവിടുന്ന് മലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയതിനു ശേഷമാണ് പിന്നെ ആ ഒരു പോക്ക് മുടങ്ങിയത്. അതിൻ്റെ ഗോപുരമൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഗോപുരം നമ്മൾ ഇവിടെ തന്നെ മേക്ക് ചെയ്തൊരു ഗോപുരമാണ്. അത് കുറേ നാളെടുത്ത് മേക്ക് ചെയ്ത് ഓരോ വർഷവും ഓരോ പുതുമ കൊണ്ടുവന്ന് മേക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഗോപുരം. ഇതാണ് നമ്മുടെ ഗോപുരം. നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ മേക്ക് ചെയ്ത ഗോപുരമാണ്. ഇത് വണ്ടിയുടെ ബാക്കിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ അകത്തിരുന്നായിരുന്നു മലയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഷോർട്ട് ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫ്രണ്ടിൽ വെക്കുന്ന അയ്യപ്പനായിരുന്നു. അതായത് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന അയ്യപ്പനായിരുന്നു. ഇതുമുണ്ട്. നമ്മൾ മാറിയും തിരിഞ്ഞായിരുന്നു വെച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് ഫുള്ള് ലൈറ്റാണ് കേട്ടോ. ഇതിൽ ഫുള്ള് ലൈറ്റാണ് നിൽക്കുന്നത്. രാത്രി അടിപൊളിയാണ് കാണാൻ. ഇതൊക്കെ വണ്ടിയുടെ പുറത്ത് വരുന്ന പാർട്ടായിരുന്നു. അതായത് ഇത് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും അതായത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഭാഗത്ത് ആ ഒരു ശില്പവും കാര്യങ്ങളൊക്കെ വരും. അതായിരുന്നു വണ്ടിയുടെ സൈഡ് ബോഡിയിൽ മറയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നത്. ഇത് ഫുള്ള് ലൈറ്റാണ്. ഇതിലെല്ലാം അകത്ത് ഫുള്ള് ലൈറ്റാണ്. ഇതൊക്കെ ഉണ്ടോ നമ്മുടെ മറ്റേ കളർ ചേഞ്ചിങ്ങുള്ള ലൈറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ഉത്സവം പോലെയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതേപോലത്തെ ഒരു 3 വണ്ടി ഉണ്ടായിരുന്നു. 3 വണ്ടിയിലായിരുന്നു നമ്മൾ മലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10-60ഓളം ആൾക്കാർ ഈ ഒരു മലയ്ക്ക് പോകാൻ നമ്മളോട് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇപ്പം ഇവിടെ കമ്പനിയിൽ വിളക്ക് എത്തിക്കാനായിട്ട് ഈ ഗോപുരം വെച്ചിട്ട് അതിൻ്റെ അകത്താണ് നമ്മുടെ അയ്യപ്പനെ വെച്ചേക്കുന്നത്. ഇത് ഒരു 10 അല്ലെങ്കിൽ ഒരു 8 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം. നമ്മളെ എല്ലാ വട്ടവും നമ്മളിവിടെ നിന്നാണ് കെട്ടിക്കൊണ്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ആളും അനക്കമൊന്നും കുറവായിരിക്കും. അന്ന് നമ്മളിവിടെ ഒരു 60ഓളം ആൾക്കാർ ഒരു പരിപാടിക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആൾ കുറവാണ്. നമ്മളൊരു ഏകദേശം ഒരു 10-20 പേരൊക്കെ ഉള്ളൂ. അന്നൊരു ഉത്സവം പോലെ ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും പല സ്ഥലത്തു നിന്നൊക്കെ വരുമായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമായിരുന്നു, ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സൊക്കെ വരും. അങ്ങനെ ഒരു ഉത്സവം പോലെ ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. ഗവൺമെൻറ്റിന് തന്നെ പൈസ ഇല്ല. അതുകൊണ്ട് അച്ഛൻ്റെ മുഖം പതിയണമെന്ന് പറഞ്ഞത്. അതപ്പുറം ഗുരുസ്വാമി ഉണ്ണിയാമൻ, ഇത് അച്ഛൻ, ഇത് മിഥുരണ്ണൻ. അപ്പോൾ അവരെല്ലാവരും തേങ്ങ ചിരണ്ടെന്ന കാര്യത്തിൽ തിരക്കിലാണ്. നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ നിന്ന് ഒരു 10-20 പേരുണ്ട്. അടിപൊളിയായിരിക്കും. അച്ഛനൊക്കെ പമ്പ വഴിയാണ് പോണത്. നമ്മളൊക്കെ പുൽമേട് വഴി. അതായത് അച്ഛനും മിഥുനണ്ണനും പമ്പ വഴിയാണ് പോണത്. ഞാനും ഉണ്ണിയാമ്മനും പിന്നെ നമ്മളെ കുറച്ച് പയ്യന്മാരെല്ലാം കൂടെ നമ്മൾ പുൽമേട് വഴിയാണ് പോകുന്നത്. അച്ഛൻ്റെ കൈ നോക്കിയേ, 2 സൈഡും. ഒരു സൈഡ് ശിവനും മറ്റേ സൈഡ് പാർവതിയും. ദുർഗാദേവി, പാർവതിയല്ല അത്. ഇതാണ് നമ്മുടെ കമ്പനി. അപ്പം ഇവിടെ നമ്മുടെ ഈ ചെടിച്ചട്ടി, ഈ ശില്പങ്ങൾ, അതേപോലത്തെ പ്രോഡക്റ്റൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള തൂണും സോപാനവും നമ്മുടെ ചാരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഇതാണ് അച്ഛൻ്റെ ഓഫീസ് റൂം. കണ്ട, ഇതെല്ലാം നമ്മൾ അന്ന് മലയ്ക്ക് പോയ ടൈമിൽ വണ്ടിക്കകത്ത് വെച്ചിരുന്ന ശില്പങ്ങളും ഇവിടുത്തെ പോസ്റ്ററും അതും ഇതൊക്കെയാണ്. ഇതെല്ലാം നമ്മളത് കെട്ടുന്ന സമയമായി. അപ്പം ഓരോരുത്തരായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കെട്ടൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരെ KSRTC ബസ്സിൽ കയറി സത്രത്തിലോട്ട് പോകാനാണ് പ്ലാൻ. ഇതാണ് നമ്മൾ 2016 പോയത്. ഇത് 2017 പോയത്. ഇങ്ങനെ 2017 പോയതാണ് നമ്മൾ. ഇത് 2016. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഫോട്ടോ മാഞ്ഞു പോയി.
അതേ നമ്മൾ രാവിലെ കെട്ടെടുക്കാനായിട്ട് വന്നു. അപ്പം ശബരിമലയിൽ പോവണമെന്ന്. നല്ല കലക്ക നിലാവൊക്കെ ഉണ്ട്, അടിപൊളി ഒരു ക്ലൈമറ്റ്, നല്ലൊരു പോസിറ്റിവിറ്റി. ശരണയ്യപ്പോ എത്ര വർഷത്തിന് ശേഷമാണോ മലയ്ക്ക് പോണേ? 4 വർഷത്തിന് ശേഷമാണ് മലയ്ക്ക് പോണേ. മലയാളിയാണോ? മലയാളികൾ പോകണം, എല്ലാ വർഷവും പോകണം. അയ്യപ്പനെ കാണാൻ പോണ്ടേ? അപ്പോൾ ഗൈസ് ദേ ഇവിടുന്ന് 2 ടീമായിട്ട് തിരിയാനും നമ്മളിപ്പോൾ എന്താ ഇപ്പം പാലക്കര KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. 2 ടീമായിട്ട് തിരിഞ്ഞ് അച്ഛനും കുറച്ച് ടീംസ് നേരെ പമ്പ വഴി പോകും, നമ്മളും കുറച്ച് ആൾക്കാരെല്ലാം നേരെ സത്രം. അങ്ങനെ അവസാനം നമ്മൾ വണ്ടിപ്പെരിയാർ എത്തിയപ്പോൾ നമ്മൾ 12 മണിയായി. നമുക്ക് 1 മണി വരെ മാത്രമേ ആ കാനനപാതയിലോട്ട് കയറ്റി വിടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കാതെ നേരെ ജീപ്പും എടുത്ത് നേരെ സത്രത്തിലോട്ട് വിട്ടു. അപ്പം നമ്മൾ സത്രത്തിൽ നിന്ന് കയറുവാണ്. അതാണ് എൻട്രൻസ് വരുന്നത്, കണ്ടോ? അതാണ് എൻട്രൻസ് വരുന്നത്. അപ്പം നമ്മളിവിടെ ഒരാളുടെ ആധാർ കാർഡ് കാണിച്ചാൽ മതി. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ നിലവിൽ സ്പോട്ട് ബുക്കിങ്ങൊന്നും നമ്മളെടുത്ത് ചോദിച്ചില്ല. ആരെങ്കിലും ഒരാൾ ആധാർ കാണിക്കുക, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് റെക്കോർഡ് ചെയ്യുക, നേരെ പോവുക. അപ്പോൾ നമ്മളിതേ പുൽമേട്ടിൻ്റെ എൻട്രൻസിലാണ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. പുൽമേട്ടിൽ ആദ്യമായിട്ട് വരുന്നത് സുധീഷ് സ്വാമിയാണ് നമ്മുടെ പുൽമേട്ടിൽ ആദ്യമായിട്ട് വരണത്. ഇപ്പഴേ നീ അയച്ച ആ സൈഡ് ആനയെ കണ്ടെന്ന് കുറെ ആൾക്കാർ പറഞ്ഞ്, സത്യമാണെന്ന് അറിയത്തില്ല. ഒരു ബ്രൗൺ കളറൊക്കെ കാണുന്നു, അത് ആനയൊന്നും അല്ലെന്ന് തോന്നുന്നു. ആണ് ആന. അതാനയല്ല, അത് തുമ്പിക്കൈ കണ്ടാടാ. അതെന്താണത്? എല്ലാരും ദേ ഇവിടെ വന്ന് കാലൊക്കെ കഴുകി വീണ്ടും ചെളിയിലേക്ക്. എന്ത് തണുപ്പടാ. ആന കറക്റ്റ് ആന. എന്റെ അടി അങ്ങനെ ആനേനെയും കണ്ട നമ്മള്. അടിപൊളി. ചക്കു അത് ഏതാനാടാ? ചക്കു അത് ഏതാനാടാ? 10 വെച്ച് വലിയ കലക്കം തന്നെ കേട്ടോ. ആ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് വലിയ ക്ഷീണം തോന്നിക്കുന്നില്ല. ഇതുവരെ കയറിയത് അടിപൊളിയായിരുന്നു. എത്ര വന്നാലും ഈ ഒരു വഴി മടുക്കത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇപ്പം 4ാമത്തെ വർഷം വരുന്നത്. ഭയങ്കര രസം. അതുകൊണ്ടേ നമ്മളതേ അതുണ്ടോ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ആ വഴി ഇങ്ങനെ മുകളിൽ കൂടെ പോയി അതിലേക്കൂടെ അങ്ങ് പോകും. ഭയങ്കര രസമാണ് ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ. ഭയങ്കര രസമാണ്. 2 സൈഡും ഫുള്ള് മുട്ടക്കുന്നും കാര്യങ്ങളൊക്കെ. ഇനി താഴെ ഇറങ്ങുമ്പം ഫുള്ള് കാടാണ്. ഇതാണ് വരുന്ന വഴി. ദേണ്ടേ അവിടെ കണ്ടോ, ഇതിപ്പോൾ 2ാമത്തെ തൊട്ടാണ് നമ്മൾ ആനയെ സ്പോട്ട് ചെയ്യുന്നത്. ഇതാണ്ട് 3ാമത്തെ തൊട്ടാണ് നമ്മൾ ആനയെ സ്പോട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് കാട്ടുപോത്ത്. വീണ്ടും ആനകൾ. ഇവിടെ ഫുള്ള് ആനയുടെ കളി തന്നെ.
പോടാ. അതാണ് ഇതിൻ്റെ പുൽമേട്. പണ്ട് അവിടം വരെ വണ്ടി വരുമായിരുന്നു, ഇപ്പം വരത്തില്ല. ഒരു ആക്സിഡൻറ്റിന് ശേഷം പിന്നെ വണ്ടി ഇപ്പം അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഇപ്പം സത്രം വരെ വണ്ടി വിടാറുള്ളൂ. നമ്മളത് ഇപ്പം പുൽമേട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അടുപ്പിച്ച് കാണണം ശബരിമലയിലോട്ട്. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ശബരിമലയിലോട്ടുള്ളത്. അവിടെ കഞ്ഞിയൊക്കെ കിട്ടും. ഫോറസ്റ്റുകാരുടെ പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. അവിടെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് പുൽമേട്. ഗൈസ്, അപ്പം നമ്മളിതേ പുൽമേട്ടിൽ നിന്ന് കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ വീണ്ടും ശബരിമലയിലോട്ട് നടക്കുകയാണ്. ഇനി ഒരു ഇറക്കമുണ്ട്, എൻ്റെ അമ്മേ ചിന്തിക്കാൻ പോലും വയ്യ. 6 കിലോമീറ്ററിലൊരു മാക്സിമം ഒരു 4-5 കിലോമീറ്റർ ഫുള്ള് ഇറക്കമാണ്. ആ ഇറക്കമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 3 തവണ വന്നപ്പോഴും കഴിഞ്ഞ 4 തവണ വന്നപ്പോഴും നന്നായിട്ട് ബുദ്ധിമുട്ടി. 5 കിലോമീറ്ററാണ് ആ സൈഡ് നോക്കിയേ, അടിപൊളി. മേഘത്തിൻ്റെ ഇടയിൽ നിന്ന് ഫുള്ള് വെട്ടം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കഞ്ഞി സമയങ്ങളൊക്കെ വരാറുണ്ട്. അല്ലാണ്ട് കുഞ്ഞു ഉച്ചങ്ങളൊക്കെ ഇതിലേക്കൂടെയൊക്കെ നടന്നു വരുന്നത് എങ്ങനെയെന്നാണ് ആലോചിക്കുന്നത്. എനിക്ക് തന്നെ നല്ല കാലുവേനൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഭംഗിയേറിയൊരു സ്ഥലം ഈ ഒരു പ്ലേസാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭംഗിയായത്. ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ ദേണ്ട അവിടെ കണ്ട ഒരു ടവർ ഉണ്ടോ, അതുവഴിയാണ് നമ്മൾ വന്നത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശബരിമല കാണാൻ പറ്റും. കാണിച്ചു തരാം, കുറച്ചും കൂടെ താഴോട്ട് വരും. കാലൊക്കെ വിറച്ച് തുടങ്ങി. ഒരാൾ ഉരുട്ടിട്ടേക്ക് താഴെ പോവും. ഇതാണ് ശബരിമല. നമ്മളിനി ഈ ഇറക്കം ഇറങ്ങി ആ കാട്ടിൽ കൂടി അവിടെ പോകണം. ഈ ഇറക്കമാണ് ഇനി ഏറ്റവും വലിയ ടാസ്ക്. ദേ അവിടെ നോക്കി കണ്ട, അവിടെ അത്രയും ഭാഗത്ത് മാത്രം മഴ പെയ്യുന്നുണ്ട. അത്രയും ഭാഗത്ത് മാത്രം മഴ പെയ്യുന്നുണ്ട് അവിടെ. ശബരിമല താണ്ടേ. നമ്മളിതേ ഇതിലേ പോയി അവിടെ പോണം. എങ്ങനെയാ ഉണ്ണി കൂട്ടാ? കഠിനം കഠിനം. കലക്കം വെട്ടടിച്ചേട്ടോ എൻ്റെ കളിയാ. ഓക്കെ, ഫോറസ്റ്റുകാരൊക്കെ തന്നെ ചെറിയൊരു കച്ചവടം നടത്തുന്നുണ്ട് ഇവിടെ. നാരങ്ങ വെള്ളവും അതും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇറക്കം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും നമ്മൾ അതിലേ പോകണം. ഒരു വട്ടം വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു പുള്ളിക്കാരൻ താഴെ പോയി. പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്നാണ് എടുത്തത്. ഓർമ്മയുണ്ടായിരുന്നാ? ആ, നമ്മൾ കണ്ടില്ല, പുള്ളിക്കാരൻ പറഞ്ഞതാ. അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു ഇത് കെട്ടിയേക്കുന്നല്ലേ. നല്ല കുഴിയ. മരമൊക്കെ നോക്കി. താഴെ മുട്ടൻ കുഴി. ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും കയറ്റി വിടില്ല.
പിണ്ടം ആന ചവിട്ടി ഇറങ്ങിയേക്കുന്ന പാട് താഴോട്ട്. അമ്മ ഈ മരം നോക്കി, എൻ്റെ ദൈവമേ, ഇതിൻ്റെ വേര് തന്നെ എത്ര ഉണ്ടെന്ന് നോക്കി. ഇതെല്ലാം ഇതിൻ്റെ വേരാണ്. ദാ കിടക്കുന്ന ആനപ്പിണ്ടം. ശരിയാ. ഓ കണ്ട കല്ല് കിടക്കുന്നുണ്ട. പാവങ്ങളൊക്കെ പോട്ട്. ഇപ്പം ഇട്ട പിണ്ടം പോലെ ഉണ്ട് കാണാൻ. ഓക്കെ, കഴിഞ്ഞോട്ട് ഇത്ര ഇറക്കമല്ലായിരുന്നു. ഓരോ മഴയത്തും വഴിയുടെ ദശയെല്ലാം മാറിപ്പോകും. അങ്ങനെ നടന്ന് നമ്മളത് എത്തി. അവിടെയാണ് എക്സിറ്റ് പോയിന്റ്. ഒരു 6 മണിക്കൂർ നടത്തയ്ക്ക് ശേഷം നമ്മൾ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലെത്തി. ഫുള്ള് 14 കിലോമീറ്റർ കല്ലും മുള്ളും താണ്ടി ഈ 18-ാം പടിയുടെ മുന്നിൽ വന്നെത്തുമ്പോൾ ഒരു ഫീലുണ്ട്. നമ്മെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വർഷത്തെ മണ്ഡലകാല യാത്രയും കൂടെ കടന്നുപോയി. ഇനി അടുത്ത വർഷം സാധിച്ചാണ്.